ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കൂട്ടർ എടുത്തിട്ട്, സ്കൂട്ടറിന് ബൈക്കുകൾ ഇവിടെ വളരെ കുറവാണ്, അതുകൊണ്ട് ഇവിടെ അധികം ആളുകൾ യൂസ് ചെയ്യുന്ന സ്കൂട്ടറുകളാണ്. ആ സ്കൂട്ടർ എടുത്തിട്ട് രാവിലെ നമ്മൾ ഒരു 5-10 കിലോമീറ്റർ റോട്ടിലൂടെ പോയിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ ഒരു മോർണിംഗ് റൈഡൊക്കെ പോകുന്നത് പോലെ ചെറിയൊരു സ്കൂട്ടർ എടുത്തിട്ട് പോവുക. എന്നിട്ട് ചായ എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് പോയി നോക്കുക എന്താണ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ചെറിയൊരു വീഡിയോ, ഒരു 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളെടുത്ത സ്കൂട്ടർ. നമ്മളെടുത്തല്ല, നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അതെടുത്തിട്ടാണ് പോണത്. ഇത് യമഹൻ്റെ വണ്ടിയാണ്. നാട്ടിൽ അത്യാവശ്യം സി സി ഉണ്ട്, 150 സി സി ഉള്ള വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അധികം ആളുകളും യൂസ് ചെയ്യണത് ഇങ്ങനത്തെ വാഹനങ്ങളാണ്. ഇതുപോലുള്ള കണ്ടോ, അവിടെ കണ്ടില്ല വേറൊരാൾ നിർത്തിയിട്ട് ഒരു ഫാമിലി കണ്ടോ, അവരൊക്കെ ഈ ബൈക്ക് അതേപോലെയുള്ള ബൈക്കുകൾ അവർ യൂസ് ചെയ്യുക. അപ്പോൾ ബൈക്കല്ല, സ്കൂട്ടർ. അപ്പോൾ അത്യാവശ്യം സി സി ഉണ്ടാവും ചെയ്യും, 125, 150 അങ്ങനെ, അതിൻ്റെ മേലെ 220 അങ്ങനെയൊക്കെ സി സികളുള്ള സ്കൂട്ടറുകളാണ്. അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പിന്നെ ജസ്റ്റ് ചെറിയൊരു റൈഡ്, നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഗ്രാമീണ വഴികളിലൂടെ ഒരു റൈഡ് ചെയ്യാൻ പോണത് ഇതെടുത്തിട്ടാണ്. കണ്ടോ, ഒരു അമ്മച്ചി പേരക്കുട്ടീനെ എടുത്തിട്ട് പോകുന്നതാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. അവളെ മകളോ ഇനി മരുമകളോ അറിയില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോയിണ്. അവരുടെ പേരക്കുട്ടിയാണിത്. അതിന് രാവിലെ തന്നെ എന്തൊക്കെ ഭക്ഷണം കഴിപ്പിക്കുക കണ്ടോ, കണ്ടില്ലേ. അവര് വന്ന അതേപോലുള്ള വേറൊരു സ്കൂട്ടറാണ് ഇത്, ഹോണ്ട കമ്പനിയുടെ സ്കൂട്ടറാണിത് കണ്ടോ. ഇവരധികവും ഇങ്ങനത്തെ വാഹനങ്ങളാണ് ഇവിടെ, ബൈക്ക് സ്കൂട്ടറുകളാണ് യൂസ് ചെയ്യുക. ഇത് ഇവിടുത്തെ ഒരു വോളിബോൾ കോർട്ടാണ്, പോകുന്ന വഴിയിൽ വെച്ച് കണ്ടതാ. ഇവിടെ കുറേ ദിവസമായി ഞാൻ ഇവിടെ കാണണം, പക്ഷെ ഒരു ദിവസവും ഇവിടെ ആളുകൾ വോളിബോൾ കളിക്കണത് കാണുന്നില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹൗസിങ് കോംപ്ലക്സുകളാണ് ഇവിടുത്തെ. അവിടെ അവർക്ക് വേണ്ടി ഈ കമ്പനി ഉണ്ടാക്കി കൊടുത്ത വോളിബോൾ കോർട്ടാണിത്. പക്ഷെ എന്താ അറിയില്ല, ഇവിടുത്തെ ആളുകൾ ആരും വോളിബോൾ കളിക്കണില്ല ഇവിടെ. സാധാരണ ഇവിടെ ഇന്തോനേഷ്യക്കാർ നല്ല വോളിബോൾ പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഫുട്ബോളിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പക്ഷേ ഇവിടെ ഞാനൊന്നും നോക്കലുണ്ട്, ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ജോയിൻ ചെയ്യുക കളിക്കാനൊക്കെ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇതുവരെ ആരും കളിക്കുന്നത് കണ്ടിട്ടില്ല. എന്തായാലും വേണ്ടിയില്ല, ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിർത്തിയൊന്ന് പറഞ്ഞതേ. ഓക്കെ, ലെറ്റ് us continue our journey. നമ്മളങ്ങനെ ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ ചെറിയൊരു കവല, ചെറിയൊരു ജംഗ്ഷനിലെത്തി, ഗ്രാമത്തിലുള്ള. അവിടെ വണ്ടി നിർത്തിയ കാരണം നമുക്ക് വണ്ടി റൈഡ് ചെയ്യുമ്പോൾ സംസാരിക്കാനുള്ള ഇതില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കാറ്റിൻ്റെ ഭയങ്കര വിൻഡാണ് ഇവിടെ. രാവിലെ തന്നെയാണ്, പിന്നെ ഗ്രാമപ്രദേശമാണ്, പാടങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞത് സൗണ്ട് ക്ലിയർ വ്യക്തമാവില്ല. അതുകൊണ്ട് റൈഡ് ചെയ്യുന്ന ടൈമിൽ സംസാരിക്കുന്നതല്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റോഡുകളൊക്കെ കാണിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇവിടെ എത്തിയപ്പോൾ ഞാനൊന്ന് നിർത്തിയതാണ്, ഒന്ന് സംസാരിക്കാനും വേണ്ടി. ഇതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷനാണ്, അവിടെ നിന്ന് നിർത്തി ജസ്റ്റ് ഒന്ന്. ഓക്കെ, ആളുകളൊക്കെ ജോലിക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കാൻ യൂണിവേഴ്സിറ്റി സ്കൂളുകളിലൊക്കെ പോവുകയാണ് ബൈക്ക് എടുത്തിട്ട്. അതിൻ്റെ ഒരു തിരക്കുള്ളൊരു ടൈമാണ് ഇപ്പോൾ. അതാണ് ഈ കാണുന്നത്, റോഡിൽ കൂടുതലായിട്ട് സ്കൂട്ടറുകൾ കാണാനുള്ള കാരണം അതാണ്. ഇവരെ വർക്കിംഗ് അവർ ആയി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിലൊരു സംഭവം കണ്ടോ,
കൃഷിക്കാരാണ് ഇവർ. കമ്പം, ചോളം കൃഷി ചെയ്യുന്ന ആളുകളാ. അവരെ വീടാണിത് കണ്ടോ, അടിപൊളിയായിട്ട് ഇവർ ഇത് എന്തോ ഉണക്കിയിട്ട് എന്തൊക്കെ ചെയ്യാണിത്, പ്രോസസ്സിങ്. അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ളതാവും, അല്ലെങ്കിൽ അവർക്കിത് യൂസ് ചെയ്യാനുള്ളതാവും വീട്ടിൽ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. ഇങ്ങനത്തെ കാഴ്ചകളാണ് കാണുക. ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. തന്നെ സംഭവം ഉണക്കുകയാണ്. നിരത്തി വെയിൽ വരുമ്പോൾ നമ്മൾ നെല്ലൊക്കെ ഉണക്കുന്നത് പോലെ താർപ്പായിൽ അല്ലെങ്കിൽ പായലൊക്കെ ഇട്ടിട്ട് പരത്തിയിട്ട് ഉണക്കുകയാണ് ഇവർ. ഉണക്കി സൂക്ഷിക്കാനുള്ളതാവും, അല്ലെങ്കിൽ വിൽക്കാനുള്ളതാവും. എന്തായാലും വേണ്ടില്ല, നമുക്ക് നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഒരു കൃഷി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. അതുപോലെ ഷൂട്ട് ചെയ്യുക. കുറേ ആൾക്കാർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടുത്തെ ഒരാൾ വന്ന് നമ്മളെ അടുത്തേക്ക്. ഇവിടെയുള്ള ആളാണ്, മൂപ്പര് ജോലിക്ക് പുറത്തുള്ള ആളാണ്, പക്ഷേ ഇപ്പോൾ വെക്കേഷനിലാണെന്ന് പറഞ്ഞത്. യു വർക്കിംഗ് വേർ? Another city. Department city. City here. Government? No, private. Okay. So now vacation you? Yeah. This is your village? Yeah. Oh, good, nice village. City village? Yeah, yes. You came here for vacation. So your family is here. Your name? Halim. Halim. Yeah. I am Abdul. Okay. I will go there. Thank you. Thank you. അങ്ങനെ നമ്മൾ ബൈക്ക് നിർത്തി ഒരു ചങ്ങായിനെ പരിചയപ്പെട്ട്. ഈ വില്ലേജിലുള്ള ആൾ, അവന് ജോലി വേറെ സിറ്റിയിലാണ്. അപ്പോൾ വെക്കേഷനാണ് അവനിപ്പോൾ. അപ്പോൾ നാട്ടിലേക്ക് വന്നതാണെന്നാണ് പറഞ്ഞത്. അലീം എന്നാണ് അവൻ്റെ പേര്. അതങ്ങനെ അവന് പരിചയപ്പെട്ട്. ഓക്കെ, നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ. നമ്മൾ കൃഷി സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ നോക്കുക. ഫുള്ള് സ്ത്രീകളാണ് കേട്ടോ ഇവിടെ ജോലി ചെയ്യണത്. ഇത് എന്താണ് സംഭവം? കൃഷി ചെയ്യാനോട്ടോ പേര്. എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടണില്ല. കടല കൃഷിയാണ് ചെയ്യണത്. ഇപ്പോഴാണ് മനസ്സിലായത്. കടല കൃഷി എങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. നമ്മളെ കേരളത്തിലല്ല, വേറെ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കടല കുഴിച്ചിടുന്നത്. ഇങ്ങനെയാണ് കടല. ഫുള്ള് സ്ത്രീകളാണ് കേട്ടോ ജോലി ചെയ്യണത്. രാവിലെ തന്നെ വന്നിട്ട് കടല കൃഷി. കാസി സമസമ India. Orang saya udah bisa sama Melayu Om. രാവിലെ തന്നെയുള്ള കൃഷി സ്ഥലങ്ങളാട്ടോ ഇവിടുത്തെ സ്ത്രീകളെ. അവർ കടല കൃഷിയാണ് ചെയ്യുന്നത്. പല കൃഷികളുണ്ട്. അതിലിപ്പോൾ ഇവരിപ്പോൾ ചെയ്യണത് കടലേൻ്റെ കൃഷിയാണ്, നിലക്കടല. അങ്ങനെ നമ്മൾ ബൈക്ക് നിർത്തിയത് കണ്ടപ്പോൾ ഒന്ന് വന്നതെന്നുള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഇതും ഈ കാര്യങ്ങളും. നല്ല ജനങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ. എന്താ ഇപ്പോൾ ആളുകൾ എന്തെങ്കിലും പറയോ നമ്മളെ, അങ്ങനത്തെ ഒരു സംഭവം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൂളാണ് ആളുകൾ. കണ്ടിടത്തോളം ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ബാഡായിട്ടുള്ള ഉണ്ടായിട്ടില്ല. ഇതുണ്ടോ, ഇത് നനക്കണ സാധനമാണ്. ഇത് നനക്കാനുള്ള പൈപ്പുകളാണിത് കണ്ടോ. മുകളിൽ നിന്നുള്ള പിന്നെ പാടത്തുനിന്ന് താഴേക്ക് വെള്ളം സപ്ലൈ ചെയ്യാണ്. ഇത് കണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് കവർ പോലുള്ള ഒരു സാധനമാണ്. ഇതിലൂടെ അങ്ങനെ താഴെ തട്ടിലേക്ക് ഇവർ വെള്ളം സപ്ലൈ ചെയ്യാണ്. ഇത് പക്കാ ഒരു കൃഷി സ്ഥലമാണ്. നമ്മൾ ബൈക്കിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയുള്ളൂ, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയൊക്കെ താഴേക്ക്. അവിടെയും കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതും കൂടെ പോയിട്ടൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ നെൽകൃഷിയാണ് കേട്ടോ. ഈ ഭാഗത്ത് നെൽകൃഷിയാണ്.
ആ നെൽകൃഷി ചെയ്യാണ് ഇവിടെ. സലാമത്ത് പാഗി പാഗി പാഗി. ഇവര് കുഴപ്പമില്ല, ഓക്കെ ഓക്കെ എന്നാ പറയണത്. ഫോട്ടോ എടുത്താലും വേണ്ടില്ല, വീഡിയോ എടുത്താലും വേണ്ടില്ല, നോ പ്രോബ്ലം. ഓക്കെ. അങ്ങനെ നെൽകൃഷി ചെയ്യുന്ന സ്ത്രീകളെ വീഡിയോ നമ്മൾ എടുത്ത് ചെറുതായിട്ട് അവരോട് വിട പറഞ്ഞു പോകണഞ്ഞി. ഓക്കെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു താങ്ക് യു. ഞാറ് നടുന്ന സ്ത്രീകളെ വീഡിയോ എടുത്തു. അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് അടുത്ത റൈഡ് തുടരണ്ട. ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, പോയൊക്ക. നല്ല ആളുകളാട്ടോ ഇവരൊക്കെ, നല്ല. ഓ അവിടെ ചായ ഒക്കെ ഉണ്ട് അവർക്ക്. ഓ ചായ ഉണ്ട് അവിടെ അവർക്കുള്ള. പിന്നെ കഴിക്കാനുള്ള ജോലി സ്ഥലങ്ങളിൽ നിന്ന് റെസ്റ്റ് ടൈമിന് ടീ ടൈം. ആ അത് ടീ ബ്രേക്കാണ്. ആ ചായ കുടിക്കാണ് ഇവര്. ഉണ്ടോ ഇത് ഇവരെ സ്നാക്സുകളൊക്കെയാണ്. ജോലിക്ക് കൊണ്ടുവന്ന വെള്ളം, അക്വ, സ്നാക്സ്, ചിപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജോലി സ്ഥലത്തേക്ക് വന്ന ആളുകളാണ് ഇവര്. ആയിക്കോട്ടെ, കൂടുതൽ ഇവിടുന്ന് ആവർത്തിക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാ ജേണി. നേരത്തെ കടലക്കൃഷി ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടല്ല നെൽകൃഷിന്റെ അടുത്തേക്ക് പോയത്. അപ്പം അവരിപ്പോൾ ബ്രേക്ക് ടൈം ആയിട്ടുണ്ട്. അവരിപ്പോൾ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മോർണിംഗിലുള്ള അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കൃഷി സ്ഥലത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവർ എന്നെ കുറേ ക്ഷണിച്ച് ഭക്ഷണത്തിന്, പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്. കാരണം അവർ കുറേ ആളുകളുള്ളതാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളതാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് യാദൃശ്ചികമായി ഇവരെ കണ്ടുമുട്ടിയപ്പം നിർത്തി. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ. ഭക്ഷണമൊക്കെ നമുക്ക് ഓഫർ ചെയ്യുക രാവിലെ തന്നെ. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും വരെ എത്ര പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാൻ പറയുന്നതാണ്. നല്ല ആളുകളാണ്, ഗ്രാമത്തിലുള്ള പക്കാ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ഇവർ. കടലക്കൃഷിയാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടും ആവർത്തിക്കണത്. കടല ഇവിടെ ഇതുണ്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ഇവരോട് ഇനി ബായി പറഞ്ഞിട്ട് പോട്ടെ. ആ വാഴൻ്റെ ഇലയിലൊക്കെ ഇതാകണ്ട കേട്ടോ. വാഴൻ്റെ ഇല നമ്മളെ നാട്ടിലെ പോലെ വാഴൻ്റെ ഇലയിലൊക്കെ കഴിക്കുന്നുണ്ട്. സമ ഇന്ത്യ ദിസ് സമ ആ ദിസ് ആ ഗുഡ്. ആ ഓക്കെ. മക്കാൻ എന്ന് പറഞ്ഞ ഇവരുടെ ഭാഷയിൽ ഭക്ഷണം, ഫുഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മക്കാൻ. ഇവര് ഒരു നയിക്കും സമ്മതിക്കുന്നില്ല പോകാന്. ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കവിടുന്ന്. അല്ലെങ്കിൽ ഇവര് മോശമായിപ്പോത് ആ കോലത്തിലായി. ഓക്കെ തെരുമാക്കാസി. വാഴൻ്റെ എടുത്തിട്ട് കൊണ്ടുവരികയാണ് പേര്. നീ കഴിക്കുക, ഭക്ഷണം കഴിച്ചോക്കെ. ലേശം റൈസും എന്തെങ്കിലും ഇവര് പേരിന് ഇവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിക്കാം. ആ നമുക്കുള്ള ഫുഡാണത്. ആ ഓക്കെ. അങ്ങനെ നമുക്കുള്ള ഭക്ഷണമാട്ടോ വരെ ഇരിക്കണത്. ഇത് കഴിക്കാതെ പോകാൻ വയ്യ, ആ കോലത്തിലായി. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കഴിക്കട്ടെ. തെരുമാക്കാസി. Oke, makan guys. Mantap bro. Mantap. Ringan kan dir. Dipoto karo Om iki lho di video. Ini Adira. Kok gento ke luar negeri. Asli muncing itu fotonya mau nyawa lo. Ketancing. Mak gerak mau ya? Ya. Oke. Thank you. Oke. അങ്ങനെ ഇവരുടെ അടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സത്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനും വേണ്ടി ഇറങ്ങിയതാണ് സ്കൂട്ടർ എടുത്തിട്ട്. പക്ഷേ ഇവര് ഒരു രക്ഷയില്ല, ഇവര് വിടുന്നില്ല. ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി ഏതായാലും ഇവിടുത്തെ വീഡിയോ നമുക്ക് ചെറുതായിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.
So see you on next video. Bye bye.